നമസ്കാരം. STV മൂവി റിവ്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് മമ്മൂട്ടി, സുകുമാരൻ, സുബർണ ആനന്ദ്, പാർവതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പവിത്രൻ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ മിസ്റ്ററി ത്രില്ലർ ചിത്രമായ ഉത്തരം എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ ചിത്രം ഇറങ്ങിയ സമയത്ത് തീർത്തും അണ്ടർ റേറ്റഡ് ആയ ഒരു സിനിമയായിരുന്നു. കാരണം ഇത്തരമൊരു ജോണറിൽ അന്നത്തെ കാലത്ത് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ഒരു മൂശയിൽ വരുന്ന ഒരു സിനിമ ആയിരുന്നില്ല ഉത്തരം. ഇപ്പോഴാണ് ഈ ചിത്രം കൂടുതലായി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയ കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിന് വളരെ വലിയൊരു സ്വീകാര്യതയാണ് തിയേറ്ററിൽ കിട്ടിയിട്ടുള്ളത്. ആ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ പ്രേക്ഷകർ കൂടുതലായി അതിനോടൊപ്പം തന്നെ ഉത്തരം എന്ന ചിത്രത്തെയും ചേർത്ത് വായിക്കുന്നത്. ഉത്തരം എന്ന ചിത്രത്തിന്റെ ഒരു കോപ്പിയാണ് കിഷ്കിന്ധാകാന്ഡം എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. കുറച്ചുകൂടെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കഥ പറച്ചിൽ രീതിയാണ് തീർച്ചയായിട്ടും കിഷ്കിന്ധാകാന്ഡത്തിൻ്റെതും. ഉത്തരം എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ സ്വഭാവത്തിലല്ല ഉത്തരം എന്ന ചിത്രം കഥ പറയുന്നത്. മിസിസ് മാരിയർ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരിയുടെ നോ മോട്ടീവ് എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് MT വാസുദേവൻ നായർ ഈ ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളുടെ നടുവിൽ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ബംഗ്ലാവിനകത്ത് ഒരു വെടിവെച്ച് മുഴങ്ങുന്നതോടുകൂടിയാണ് ചിത്രം കഥ പറഞ്ഞു തുടങ്ങുന്നത്. ചിത്രത്തിലെ ആദ്യ രംഗത്തിൽ തന്നെ കവിയത്രിയും എഴുത്തുകാരിയുമായ സെലീന മാത്യു സ്വന്തം നെഞ്ചിൽ നിറയൊഴിച്ച് മരിക്കുകയാണ്. സെലീനയുടെ ആത്മഹത്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് ഭർത്താവായ മാത്യു ജോസഫിനെയാണ്. കാരണം അവർ തമ്മിലൊരു ദാമ്പത്യ പ്രശ്നമോ അങ്ങനെ ഒരു തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നുമില്ല. എന്നിട്ടും സെലീന എന്തുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുള്ള കാരണം മാത്യു ജോസഫിന് അറിയണം. അതിനായി സുഹൃത്തും പത്രപ്രവർത്തകനുമായ മാത്യു ജോസഫിന്റെ വിശ്വസ്തനായ ബാലേന്ദ്രനെ സമീപിക്കുന്നു. തുടർന്ന് ബാലേന്ദ്രൻ നടത്തുന്ന അന്വേഷണവും സെലീനയുടെ മരണത്തെക്കുറിച്ച് ബാലേന്ദ്രന് കൃത്യമായുള്ള ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഉത്തരം എന്ന ചിത്രം പ്രധാനമായും സംസാരിക്കുന്നത്. ഉത്തരം എന്ന ചിത്രത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് MT വാസുദേവൻ നായർ എഴുതിയ തിരക്കഥ തന്നെയാണ്. ആ കാലത്ത് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളുടെ ഒരു ക്ലീഷേ ടെക്നിക്കും ഈ ചിത്രം ഫോളോ ചെയ്യുന്നില്ല. കാരണം സാധാരണ ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ അറിയാം, ഒരു കൊലപാതകം ഉണ്ടാവുന്നു, കൊലപാതകയ്ക്ക് ഒരു മോട്ടീവ് ഉണ്ടാവുന്നു, അത് അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസോ ജുഡീഷ്യറി അവസാനം കണ്ടുപിടിക്കും എന്നുള്ളതാണ് സാധാരണ ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ഒരു പാറ്റേൺ. ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു ജുഡീഷ്യറിയുടെ ഇൻവോൾവ്മെന്റോ പോലീസിന്റെ ഇൻവോൾവ്മെന്റോ ഇതിൽ അന്വേഷണം നടത്തുന്ന ബാലേന്ദ്രൻ ഒരു തരത്തിലോ പോലീസിനെയോ ജുഡീഷ്യറിയോ ഒന്നും സമീപിക്കുന്നത് തന്നെയില്ല. ഇതിൽ മാത്യു ജോസഫിന് ഇതിന്റെ വസ്തുത എന്താണെന്ന് അറിയണം. അതിന് ബാലേന്ദ്രൻ യഥാർത്ഥ ഉത്തരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാലേന്ദ്രൻ അന്വേഷിക്കുന്നു എന്ന് മാത്രമാണ് ചിത്രത്തിന്റെ പ്രധാനമായിട്ടുള്ള ഫോക്കസ്. സെലീനയുടെ മരണകാരണം അറിയാൻ ബാലേന്ദ്രൻ പ്രധാനമായും ആശ്രയിക്കുന്നത് സെലീനയുടെ ഭൂതകാലത്തിലേക്കാണ്. ഭൂതകാലം വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഭൂതകാലമാണ് സെലീനയുടേത്. അച്ഛൻ മാത്രമാണ് സെലീനയ്ക്കുള്ളത്. ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് സെലീന വളർന്നതൊക്കെ. അങ്ങനെ ബോർഡിംഗ് സ്കൂൾ കേന്ദ്രീകരിച്ചും സെലീനയുടെ ഭൂതകാലം കേന്ദ്രീകരിച്ചും പിന്നീട് സെലീന എഴുത്തുകാരിയാവാനുണ്ടായ കാരണത്തെക്കുറിച്ചൊക്കെ ബാലേന്ദ്രൻ നടത്തുന്ന ഒരു അന്വേഷണം ബാലേന്ദ്രനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ആ വെളിപ്പെടുത്തൽ എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഉത്തരം മാത്യു ജോസഫിനോട് ബാലേന്ദ്രൻ പറയുന്നില്ല. സാധാരണ എല്ലാവരെയും പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കോടുകൂടിയാണ് ബാലേന്ദ്രൻ അത് അവസാനിപ്പിക്കുന്നത്. പക്ഷെ പ്രേക്ഷകന് മുന്നിൽ അത് കൃത്യമായി റിവീൽ ചെയ്യുന്നുണ്ട്. ആ സസ്പെൻസ് എലമെന്റ് എന്താണെന്നുള്ളത് പറയുന്നില്ല. പഴയ ചിത്രമാണെങ്കിൽ പോലും വീണ്ടും കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ അതൊരു മുഷിപ്പുണ്ടാക്കിയേക്കും. തീർച്ചയായിട്ടും ഉത്തരം എന്ന ചിത്രം ഒരു തവണ കാണേണ്ട ചിത്രം തന്നെയാണ്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറൈസേഷൻ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെതും. കിഷ്കിന്ധാകാന്ഡം പോലെ തന്നെ ഈ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിമിറ്റഡ് ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ രസകരമായിട്ടാണ് ഇതിലെ ഇമോഷൻസിനെയൊക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് മാത്യു ജോസഫും ബാലേന്ദ്രനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അത്രത്തോളം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഈ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ആ ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലീഷേ ടെക്നിക്കുകളുണ്ട്. ഒന്നില്ലെങ്കിൽ മദ്യപാനിയായ മാധ്യമപ്രവർത്തകൻ ജുബയും മുണ്ടും ധരിച്ച് ഒരു ബാഗൊക്കെ തൂക്കിയിട്ട് താടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, അത്തരത്തിലുള്ളൊരു ക്ലീഷേ ടെക്നിക്കൊന്നും ഇല്ലാതെയാണ് ബാലേന്ദ്രനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകനാണ് ഇതിലെ ബാലചന്ദ്രൻ. മാത്യു ജോസഫ് എന്ന് പറയുന്നത് ബാലേന്ദ്രന്റെ മെന്ററാണ്. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തന മേഖല താല്പര്യമില്ലാതെ നാട്ടിൽ കൃഷിയൊക്കെ നോക്കി നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് മാത്യു ജോസഫ്. അതിലൂടെ മാത്യു ജോസഫിന്റെ ജീവിത ദർശനം എന്താണെന്നുള്ളതും ബാലേന്ദ്രൻ എന്തുകൊണ്ട് മാത്യു ജോസഫിനെ മെന്ററായി കണക്കാക്കുന്നു എന്നുള്ളതും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം
സൂക്ഷ്മമായിട്ടാണ് ഇതിന്റെ തിരക്കഥ MT സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാലേന്ദ്രനും സെലീനയും മാത്യു ജോസഫും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ ആരോഗ്യപരമായിട്ടാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ആ കാലത്തൊക്കെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഇത്രത്തോളം മൈന്യൂട്ടായി ഇത്രത്തോളം ലിബറലായി കാണിച്ചിട്ടുള്ള സിനിമകൾ വളരെ വിരളമായിരിക്കും. പിന്നെ സാധാരണ ക്രൈം ത്രില്ലർ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ഈ കാതടപ്പിക്കുന്ന ശബ്ദവും വൈബ്രന്റ് ആയിട്ടുള്ള കളർ പാലറ്റുകളും വൈബ്രന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സും അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ശാന്തമായി ഒഴുകുന്നൊരു പുഴ പോലെയാണ് ഈ ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. അവസാനം പുഴ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് പോലെ ഉത്തരം എന്ന ചിത്രവും ലക്ഷ്യസ്ഥാനത്തെത്തുന്നുണ്ട്. അത് പ്രേക്ഷകരെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നൊരു വെളിപ്പെടുത്തലോടുകൂടിയാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചിത്രം കാണാത്തവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. ഈ ചിത്രം കാണുന്നവർ തീർച്ചയായിട്ടും അത്ഭുതപ്പെടും മലയാളത്തിൽ ഇത്തരത്തിലൊരു ചിത്രം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ലോക സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം എന്ന ചിത്രം ഇപ്പോൾ കാണുമ്പോഴും ഒരു തരത്തിലുള്ള നിരാശയും ഉണ്ടാക്കില്ല. അവനെ കൂടുതൽ സർപ്രൈസ് ചെയ്യുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ഉത്തരം എന്നുള്ളത് നിസ്സംശയം പറയാം.